പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവുമായി യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിൽക്കുവാൻ എനിക്ക് അവസരം തന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരിക്കുന്ന ബഹുമാന്യ എബ്രഹാം കുട്ടി പാഷയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിൻ്റെ ദാസനും കൂട്ടുപ്രവർത്തകരായ എല്ലാ ദൈവദാസന്മാർക്കും ഈ ഗ്രൂപ്പിലെ അംഗങ്ങളായിരിക്കുന്ന ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. മുഖവുര അധികം ദീർഘിപ്പിക്കാതെ ചുരുക്കം ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സാഹചര്യങ്ങളും പ്രതിസന്ധികളെക്കുറിച്ചും നമുക്കെല്ലാവർക്കും വളരെ അറിവുള്ളതാണ്. ആയതുകൊണ്ട് നാം നമ്മെ തന്നെ സൂക്ഷിക്കുകയും ദൈവത്തിൻ്റെ വചനം പാലിക്കുകയും പ്രാർത്ഥനയിലും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ കൂടുതൽ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ സ്വർഗസ്ഥനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അനേക പ്രിയപ്പെട്ടവരിലേക്ക് ഈ ദൈവവചന സത്യങ്ങളെ കർത്താവിൻ്റെ കൃപയ്ക്കനുസരിച്ച് പ്രൈസ് ദി ലോർഡ് നമുക്ക് പകർന്നു കൊടുക്കാം. ദൈവം എല്ലാവരെയും അതിനായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം ഈ അവസരത്തിൽ വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസ് ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. സ്തോത്രം. വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ആമേൻ. ഏത് തിരുവെഴുത്തുകളാണെന്ന് അവിടെ അതിൻ്റെ മുകളിലുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഷണ്ണൻ വായിച്ചത് പ്രൈസ് ദി ലോർഡ് ആ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പ്രൈസ് ദി ലോർഡ് ഷണ്ണൻ വായിക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവൻ തേരിലിരുന്നു കൊണ്ട് വായിക്കുകയായിരുന്നു. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയെന്നും രോമം കത്രിക്കുന്നവൻ്റെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്ത് കളയുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് ഇത് പ്രവാചകൻ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പ്രൈസ് ദി ലോർഡ് തന്നെക്കുറിച്ചോ മറ്റൊരുവനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് ഷണ്ണൻ ഫിലിപ്പോസിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയാണ് ഫിലിപ്പോസ് അതെ പ്രൈസ് ദി ലോർഡ് കൊടുക്കുന്നത്. സ്തോത്രം. തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷങ്ങൾ നമുക്കറിയാം യേശു രക്ഷകനാണ് എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. എന്നാൽ ചരിത്രപുസ്തകമായിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ആ രക്ഷ എങ്ങനെയാണ് കരസ്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു.
ലേഖനങ്ങൾ, റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ രക്ഷിക്കപ്പെട്ടവർ ജീവിക്കേണ്ട കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നു. പ്രവചനം, പുസ്തകമായ വെളിപ്പാട്, ഇങ്ങനെ ജീവിക്കുന്നവർക്ക് ഉള്ളതായ പ്രതിഫലത്തെക്കുറിച്ച് പ്രത്യേകാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസ് എന്നത് ഒരു സുവിശേഷകനായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ആദിമസഭയിൽ മേശയിൽ ശുശ്രൂഷിക്കുന്നതിനായി തെരഞ്ഞെടുത്ത 7 പേരിൽ ഒരാളാണ് സുവിശേഷകനായ ഫിലിപ്പോസ്. പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, സ്തേഫാനോസിൻ്റെ മരണശേഷം പീഡനം വർദ്ധിച്ചപ്പോൾ ചിതറിപ്പോയി, അങ്ങനെ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചു എന്നും ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെല്ലുവാനിടയായി തീർന്നതിനെക്കുറിച്ചും നമുക്കറിയാം. സുവിശേഷകനായ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുക മാത്രമല്ല, ചില അടയാളങ്ങൾ പുരുഷാരം കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അശുദ്ധാത്മാക്കളെ പുറത്താക്കിയും അതുപോലെ അനേക പക്ഷവാതക്കാരും മുടന്തന്മാരും സൗഖ്യം പ്രാപിച്ചതിനെക്കുറിച്ചും അനേകർ സ്നാനമേറ്റതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. തന്നെയുമല്ല, യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. ശമര്യർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേയുള്ളൂ. എന്നാൽ അപ്പോസ്തലന്മാർ, പ്രൈസ് ദി ലോർഡ്, അവരുടെ മേൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നുവെന്നും നമ്മൾ കാണുന്നു. അപ്പോൾ ഈ അപ്പോസ്തലന്മാർ ശമര്യയുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചു. അങ്ങനെ യെരുശലേമിലേക്ക് അവർ മടങ്ങിപ്പോകുവാനിടയായി. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് യെരുശലേമിൽ നിന്നും ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ ഗസയെ സംബന്ധിച്ച് ഫിലിസ്ത്യരുടെ പഞ്ചനഗരങ്ങളിൽ ഒന്നാണ് ഈ ഗസയെന്നും അസ്കലോൻ എന്നും അസ്തോദ്, എക്രോൻ, ഗത്ത്. അബ്രഹാമിന് മുമ്പ് ഇത് കനാൻ്റെ ഒരു അതിർത്തി നഗരമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഗസയിലെ പൂർവ്വ നിവാസികൾ അവ്യരാണ് എന്ന് ആവർത്തന പുസ്തകം 2-23 വായിക്കുന്നു. BC 734 തിക്ലത്ത് പിലേസർ മൂന്നാമൻ ഗസ പിടിച്ചു. BC 722 സർഗോൻ ഗസയെ ആക്രമിച്ചു. യിരെമ്യാവിൻ്റെ കാലത്ത് ഈജിപ്റ്റ് ഗസ പിടിച്ചു. യിരെമ്യാ പ്രവചനം 27:1 നമ്മൾ വായിക്കുന്നു. BC 332 മഹാനായ അലക്സാണ്ടർ ഗസ കൈവശപ്പെടുത്തി. ആമോസ് 1:6-7, സെഫന്യാവ് 2:4, സെക്കരിയാവ് 9:5 എന്നീ പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ ഈ ഗസ ശൂന്യമായി മാറാനിടയായി. അവിടെ ചെന്നപ്പോൾ ആ ഗസയെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഗസയിലേക്ക് ഈ ഫിലിപ്പോസ് ചെന്നപ്പോൾ അവിടെ വെച്ച് എത്യോപ്യക്കാരനായ ഒരു ഷണ്ണനെ ഫിലിപ്പോസ് കാണാനിടയായി. കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ രാജ്യത്തിലെ മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായിരുന്ന ഷണ്ണൻ. ആ ഷണ്ണനെ ഈ ഫിലിപ്പോസ് കാണുവാനിടയായി. അവൻ യെരുശലേമിൽ നമസ്കരിക്കാൻ പോയിട്ട് വരുന്ന വഴിയായിരുന്നു. അവൻ്റെ യാത്ര തേരിലായിരുന്നു എന്ന് നമ്മൾ ഇവിടെ കാണുകയാണ്. മടക്കയാത്രയിൽ അവൻ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ആരാധിക്കുവാൻ പോകുന്ന ആളും പുസ്തകം വായിക്കുന്ന ആളും ആയിരുന്നു എന്ന് നമുക്ക് ഈ ഷണ്ണനെക്കുറിച്ച് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഫിലിപ്പോസ് അടുത്ത് എന്ന് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കർത്താവിൻ്റെ ദൂതൻ തന്നോട് അറിയിച്ചതനുസരിച്ചാണ് ഫിലിപ്പോസ് ഈ തേരിനോട് ചേർന്ന് ഓടുവാനിടയായി തീർന്നത്. അങ്ങനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിച്ചു, നീ ഈ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഇന്ന് പലരോടും ചോദിച്ചാൽ പറയും, ഞാൻ വേദപുസ്തകം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എന്നെ പഠിപ്പിക്കേണ്ട എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. മഹാനും സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ എത്യോപ്യക്കാരൻ പറയുന്നു, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? പ്രൈസ് ദി ലോർഡ്. പൊരുൾ തിരിച്ചു തരാതെ ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അറിവുള്ളവർക്ക് വായിക്കാൻ കഴിയും. ഒരുപക്ഷെ വായിക്കാൻ അറിഞ്ഞുകൂടാത്തവർ മറ്റുള്ളവർ വായിക്കുന്നത് കേൾക്കാൻ കഴിയും. ചില ഭാഗങ്ങളൊക്കെ കാണാതെ പറയാനും ചിലപ്പോൾ കഴിഞ്ഞെന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ചില അധ്യായങ്ങൾ തന്നെ, ചില പുസ്തകങ്ങൾ തന്നെ കാണാതെ പറയുന്നവരും ഉണ്ട്. എന്നാൽ വായിക്കുന്നത് ഗ്രഹിക്കുക എന്നതാണ് അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗ്രഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരു മാറ്റവും സംഭവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസ് കയറി തന്നോടൊപ്പം ഇരിക്കുവാൻ അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈജിപ്തിൻ്റെ തെക്ക് ആഫ്രിക്കയുടെ വടക്കേ അറ്റമായ എത്യോപ്യക്കാരനായ ഷണ്ണൻ ഫിലിപ്പോസിനോടൊപ്പം, പ്രൈസ് ദി ലോർഡ്, ഫിലിപ്പോസിനെ തന്നോടൊപ്പം ഇരുത്തി എന്ന് നമ്മളിവിടെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ വായിച്ചതിന് ശേഷം ഷണ്ണൻ ഫിലിപ്പോസിനോട് ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അതൊന്ന് പറഞ്ഞു തരണം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? അപ്പോഴാണ് ഫിലിപ്പോസ് ആ തിരുവെഴുത്തിനെ ആധാരമാക്കി, അഥവാ പഴയ നിയമത്തെ ആധാരമാക്കിക്കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, പഴയ നിയമത്തെ ആധാരമാക്കിക്കൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത്. അതിനെക്കുറിച്ച് അതാധാരമാക്കി സംസാരിക്കുമ്പോൾ പഴയ നിയമത്തിലെ തിരുവെഴുത്തുകൾ ആധാരമാക്കി സംസാരിച്ചു തുടങ്ങിയാൽ അത് യേശു ക്രിസ്തുവിൽ വന്നെത്തും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമ തിരുവെഴുത്തുകളെ ആധാരമാക്കി ഈ ഫിലിപ്പോസ് ഷണ്ണനോട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. സംസാരിച്ചത് നമുക്കറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മോശയുടെ ന്യായപ്രമാണത്തിലും യേശു പറഞ്ഞ കാര്യമാണ്, പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. മോശയുടെ ന്യായപ്രമാണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ, അതിലെല്ലാം യേശുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ സുവിശേഷം, പ്രൈസ് ദി ലോർഡ്, 2 തിമോത്തിയോസ് 2:8 വാക്യം വായിക്കുമ്പോൾ, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ. ആമേൻ. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും. അപ്പോൾ ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം
ഫിലിപ്പോസ് ഷണ്ണനെ അറിയിച്ചു. സുവിശേഷം കേട്ടല്ലോ, ഇനിയും സ്നാനപ്പെടണമെന്ന് ഫിലിപ്പോസ് ഷണ്ണനോട് പറഞ്ഞില്ല. ഞാനീ പറഞ്ഞത് സുവിശേഷമാണ്, സ്നാനപ്പെടണം എന്നൊന്നും ഫിലിപ്പോസ് ഷണ്ണനോട് പറഞ്ഞതായി നമ്മളവിടെ വായിക്കുന്നില്ല. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഈ സുവിശേഷം, യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ വഴിയിൽ അവർ യാത്ര ചെയ്ത് പോകുമ്പോൾ, തേരിൽ യാത്ര ചെയ്ത് പോകുമ്പോഴാണ് വെള്ളമുള്ളൊരു സ്ഥലം കണ്ടു. അപ്പോൾ ആ സ്ഥലം കണ്ടപ്പോൾ ഷണ്ണൻ പറഞ്ഞു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. നോക്കണമേ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. സ്നാനപ്പെട്ടേ മതിയാകൂ, അല്ലെങ്കിൽ സ്നാനമേൽക്കണം എന്നൊന്നും ഫിലിപ്പോസ് അവിടെ സംസാരിക്കുന്നതായി നമ്മൾ വായിക്കുന്നില്ല. എങ്കിൽ പോലും സ്നാനത്തെക്കുറിച്ചുള്ള, പ്രൈസ് ദി ലോർഡ്, അഥവാ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തെക്കുറിച്ച് ഫിലിപ്പോസ് ഈ ഷണ്ണനോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം സുവിശേഷം, പ്രൈസ് ദി ലോർഡ്, യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്നിടത്തെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം നിശ്ചയമായും അറിയിക്കും. കാരണം സുവിശേഷം എന്നത് അവൻ്റെ മരണം, അവൻ്റെ അടക്കം, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും ഏകീഭവിക്കാത്ത ഒരു സ്നാനവും അത് ദൈവവചന പ്രകാരമുള്ളതല്ല. ആ സ്നാനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനമാണ്, ജലസ്നാനമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഫിലിപ്പോസ് ശമര്യയിലുള്ളവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെടുത്തുവാൻ ഇടയായി തീർന്നത് എന്ന് നമ്മൾ 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ഫിലിപ്പോസ്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ, ആമേൻ, പുരുഷന്മാർ, അതേ, സ്ത്രീകളും സ്നാനമേറ്റു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അന്നുവരെയും അവരുടെ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല, അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. യേശുവിൻ്റെ നാമത്തിലാണ് അവർ സ്നാനമേൽക്കുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഫിലിപ്പോസ് തന്നെയാണ് ഷണ്ണനോട് യേശുക്രിസ്തുവിൻ്റെ, പ്രൈസ് ദി ലോർഡ്, സുവിശേഷം അറിയിക്കുവാനിടയായത്. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിച്ചപ്പോൾ അവൻ്റെ മരണത്തെക്കുറിച്ചും അവൻ്റെ അടക്കത്തെക്കുറിച്ചും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുമുള്ള ആ സുവിശേഷം വ്യക്തമായി ഷണ്ണനെ അറിയിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ ഷണ്ണൻ നോക്കി, യാത്രാ സമയത്ത് ഷണ്ണൻ നോക്കി, അപ്പോൾ വെള്ളം കണ്ടു. അപ്പോഴാണ് ഷണ്ണൻ പറയുന്നത്, ഇതാ വെള്ളം, സ്നാനം, ആമേൻ, ഏൽക്കുന്നതിന് എന്തു വിരോധം. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധം? ഇതാ വെള്ളം ഇവിടെ തന്നെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതിന് ഫിലിപ്പോസ് പറഞ്ഞത്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. ആമേൻ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. യേശുക്രിസ്തു, ആമേൻ, ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന്, പ്രൈസ് ദി ലോർഡ്, അവൻ ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. യേശുക്രിസ്തു ആരാണ് എന്നത്, പ്രൈസ് ദി ലോർഡ്, പത്രോസ് പറഞ്ഞല്ലോ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം തന്നെ മനുഷ്യനെ രക്ഷിക്കുവാനായി അതേ ഒരു പുത്രത്വം സ്വീകരിച്ച്, ആമേൻ, പുത്രനായി, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, വേഷത്തിലൊരു മനുഷ്യനായി വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ യേശുവാണ് ഏകരക്ഷകനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഷണ്ണൻ പ്രഖ്യാപിക്കുകയാണ്. ഉടൻ തന്നെ ഫിലിപ്പോസ് പറയുന്നു, തേര് നിർത്താൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തേര് നിർത്തി. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസും ഷണ്ണനും വെള്ളത്തിൽ ഇറങ്ങി. ആമേൻ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നത്, ആ ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനം കഴിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം എന്ന് നമ്മൾ വായിക്കുന്നു. ആമേൻ. നോക്കുക, ആ വായിക്കുന്നത് അവന്
ഷണ്ണനെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് ഗ്രഹിക്കത്തക്കവണ്ണം അവനെ ആ തിരുവെഴുത്തുകളെ ആധാരമാക്കി ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അവൻ പിന്നെ ഒരു മറുചോദ്യമായിട്ട് വന്നില്ല. ആ വെള്ളം കണ്ടപ്പോൾ തന്നെ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, സ്നാനമേൽക്കുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ, എനിക്ക് സ്നാനപ്പെടണമെന്നുള്ള ആഗ്രഹം അവനിൽ ഭരിക്കാനിടയായി. ആ യേശുവിന് വേണ്ടി തന്നെ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകർ ആമേൻ എത്രയോ സമയങ്ങളിൽ, സാഹചര്യങ്ങളിൽ ദൈവവചനം കേട്ടിട്ടും അവരുടെ ഹൃദയത്തിൽ, പ്രൈസ് ദി ലോർഡ്, ഒരു തീരുമാനമെടുക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ ആമേൻ പഴയ നിയമ തിരുവെഴുത്തിനെ ആധാരമാക്കി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, യേശുവിനെ കുറിച്ച്, പ്രൈസ് ദി ലോർഡ്, ഷണ്ണനോട് ഫിലിപ്പോസ് സംസാരിക്കാനിടയായി. പഴയ നിയമത്തിലെല്ലാം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, യേശുവിൻ്റെ ആമേൻ, സ്തോത്രം, അതേ ആ യേശുവിനെ കുറിച്ച് പഴയ നിയമ പുസ്തകങ്ങളിലെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതിയായി, പുറപ്പാട് പുസ്തകത്തിൽ പെസഹ കുഞ്ഞാടായി, ലേവ്യ പുസ്തകത്തിൽ പാപപരിഹാര ബലിയായി, സംഖ്യാപുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറയായി, ആവർത്തന പുസ്തകത്തിൽ വരുവാനുള്ള പ്രവാചകനായി, യോശുവയുടെ പുസ്തകത്തിൽ സൈന്യാധിപനായി, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഉദ്ധാരകനായി, രൂത്തിൻ്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരനായി, 1 2 ശമൂവേൽ, ആമേൻ, 1 2 രാജാക്കന്മാർ, 1 2 ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ അവൻ രാജാവായി, എസ്രായുടെ പുസ്തകത്തിൽ ആലയത്തിൻ്റെ പുനഃസ്ഥാപകനായി, നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ജനത്തെ തിരിച്ചു വരുത്തുന്നവനായി, എസ്തേറിൻ്റെ പുസ്തകത്തിൽ ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനായി, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പിൻ്റെ ധനമായി, സങ്കീർത്തനങ്ങളിൽ പാറയായും, സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ജ്ഞാനമായും, സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ജ്ഞാനിയായും, ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ പ്രേമകാന്തനായും, യെശയ്യാവ് മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളിൽ സമാധാനത്തിൻ്റെ പ്രഭുവായും, മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ള സുവിശേഷങ്ങളിൽ അന്വേഷിച്ച് രക്ഷിപ്പാൻ വന്നവനായി, പ്രവൃത്തിയുടെ പുസ്തകത്തിൽ സ്വർഗാരൂഢനായി, റോമർ മുതൽ യൂദായുടെ ലേഖനം വരെ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി, വെളിപ്പാട് പുസ്തകത്തിൽ നിത്യരാജാവായി, പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തുവിനെ അതേ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മോശയുടെ ന്യായപ്രമാണത്തിലും, പ്രൈസ് ദി ലോർഡ്, പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ സുവിശേഷമാണ്, പ്രൈസ് ദി ലോർഡ്, ലോകത്തിൻ്റെ മുമ്പിൽ അറിയിക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന് താൻ തിരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത കൽപ്പന അതാണ്. പ്രൈസ് ദി ലോർഡ്, അതാണ് പ്രസംഗിക്കേണ്ടത്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് അങ്ങനെയുള്ള ആമേൻ പ്രസംഗങ്ങൾ ചുരുക്കമാണ് കേൾക്കുവാൻ കഴിയുന്നത്. വളരെ, പ്രൈസ് ദി ലോർഡ്, ഹൃദയത്തിൽ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭാരം തോന്നുകയാണ്. എന്തുകൊണ്ടാണ്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, കർത്താവ് ഈ പറഞ്ഞതായ ഈ സുവിശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പരമേൽപ്പിച്ച, കേട്ടവർ, എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങൾ പ്രസംഗിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സത്യസുവിശേഷം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, പ്രൈസ് ദി ലോർഡ്, അതറിയിക്കുമ്പോൾ അത് ആമേൻ വായിക്കുന്ന വ്യക്തി, പ്രൈസ് ദി ലോർഡ്, അത് കേൾക്കുന്ന വ്യക്തി ഗ്രഹിക്കുവാനിടയായി തീർന്നാൽ ആ വ്യക്തിയോട് ആരും നിർബന്ധപൂർവം പറയണ്ട. അവർ പറയും, എനിക്ക് ഈ യേശുവിനായി ജീവിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് സ്നാനപ്പെടുവാൻ താല്പര്യമുണ്ട്, എനിക്ക് അവൻ്റെ ഒരു മകനായി മകളായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളതായ ആമേൻ, ഹല്ലേലൂയ, ഒരു വ്യക്തിയെ, അങ്ങനെയുള്ളവരെ കാണാനാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്നും ദൈവം ഇച്ഛിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ആ സകല മനുഷ്യരും, പ്രൈസ് ദി ലോർഡ്, ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തുവാൻ കഴിയാതെ വണ്ണം, പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തിൻ്റെ ദൈവമായിരിക്കുന്ന
പ്രൈസ് ലോർഡ്. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, പ്രൈസ് ലോർഡ്, ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വച്ചിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ, ഈ കാലഘട്ടത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രൈസ് ദ ലോർഡ്, പിശാചാണ്. ആ പിശാച് ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം, അതിൻ്റെ പ്രകാശനം, അത് ശോഭിക്കാതെ ഇരിക്കുവാൻ, അതാരും അറിയാതിരിക്കുവാൻ, ആ സുവിശേഷത്തിലേക്ക്, ആ സത്യത്തിലേക്ക് ആരും വരാതിരിക്കുവാൻ, നിത്യജീവൻ അവർക്ക് ലഭിക്കാതിരിക്കുവാൻ പിശാച് അനേകരുടെ മനസ്സിനെ കുരുടാക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥമായ സത്യം പലരും ആമേൻ പറയാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ ആമേൻ പ്രൈസ് ലോർഡ് മനസ്സിനെ കുരുടാക്കി വച്ചിരിക്കുന്നു. മനസ്സ് കുരുടായി കഴിഞ്ഞാൽ പ്രൈസ് ലോർഡ് സ്തോത്രം, സത്യം യഥാർത്ഥം ആണെങ്കിൽ പോലും അത് പറയാൻ അവർ മടി കാണിക്കും. എന്നാൽ ഫിലിപ്പോസോ അല്ലെങ്കിൽ പത്രോസോ പൗലോസോ മറ്റ് കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, അപ്പോസ്തലന്മാർ, അവരാരും പ്രൈസ് ലോർഡ് സ്തോത്രം ആമേൻ ഈ സത്യം മറച്ചു വെച്ചില്ല. അവർക്കൊരുപാട് നേട്ടങ്ങൾ ചിലപ്പോൾ ആമേൻ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അവരാരും ആ നേട്ടത്തിനു വേണ്ടിയല്ല, പിന്നെയോ ഈ സത്യസുവിശേഷം അവർ ആമേൻ ഒരു മടി കൂടാതെ പ്രൈസ് ലോർഡ് വളരെ ധൈര്യത്തോടെ, വളരെ പ്രാഗൽഭ്യത്തോടെ അവർ പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് മഹാനായ പ്രൈസ് ലോർഡ് സ്തോത്രം എത്യോപ്യക്കാരനായിരിക്കുന്ന ഈ ഷണ്ണൻ, എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനായിരിക്കുന്ന ഈ വ്യക്തി പ്രൈസ് ലോർഡ് സ്തോത്രം യെരുശലേം ദേവാലയത്തിൽ അവൻ പോയി ആരാധന കഴിച്ചു മടങ്ങി വരികയായിരുന്നെങ്കിലും വായിക്കുന്നതൊന്നും ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ അവന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ നാളുകളിൽ ആമേൻ എളിയവരായ ദൈവദാസന്മാർ, ദൈവം അവർക്ക് നൽകുന്ന കൃപയ്ക്കനുസരിച്ച് അവർ ദൈവവചനം സംസാരിക്കുമ്പോൾ പ്രൈസ് ലോർഡ് സ്തോത്രം അത് ഗ്രഹിക്കുവാൻ കഴിയുന്നവർക്ക്, അത് മനസ്സിലാക്കുവാൻ കഴിയുന്നവർക്ക്, അത് സ്വീകരിക്കാൻ കഴിയുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി മാറാനിടയായിത്തീരും. പ്രൈസ് ദ ലോർഡ് സ്തോത്രം. ആയതുകൊണ്ട് ഈ വൈകിയ വേളയിൽ പ്രൈസ് ദ ലോർഡ് സ്തോത്രം ആ ഷണ്ണൻ ഫിലിപ്പോസിൻ്റെ കൈക്കീഴിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു എന്ന് പ്രൈസ് ദ ലോർഡ് സ്തോത്രം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചിലർ ചോദിക്കാറുണ്ട്, ഈ ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തിയപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന് പറഞ്ഞില്ല എന്ന് ആമേൻ ചിലർ പറയാറുണ്ട്. എന്നാൽ ആ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ആമേൻ ഈ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം അവിടെ അറിയിച്ചുവെന്നും 8:16 ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേയുള്ളൂ. അങ്ങനെയുള്ള ഫിലിപ്പോസ് ഇവിടെ ഷണ്ണനെ സ്നാനപ്പെടുത്തിയപ്പോൾ അത് പറഞ്ഞില്ല എങ്കിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെയാണ് സ്നാനം കഴിപ്പിക്കുവാനിടയായി തീർന്നത്. പ്രൈസ് ദ ലോർഡ് സ്തോത്രം. നമുക്കറിയാം പല ന്യായങ്ങളുമുണ്ട്. അതിലെ ഒരു ന്യായം സ്ഥാലിപുലാക ന്യായം എന്ന് പറയുന്ന ഒരു ന്യായമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ആ ന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒരു ചെമ്പിലോ വാർപ്പിലോ അരി വേകുവാൻ വേണ്ടി ആമേൻ ഇട്ട് കഴിഞ്ഞാൽ പ്രൈസ് ലോർഡ് വെന്തോ എന്ന് നമ്മൾ നോക്കുന്നത് അതിൽ 1, 2 അല്ലെങ്കിൽ 3, 4 അരി എടുത്ത് അത് നമ്മൾ വെന്തോ എന്ന് നോക്കും. എല്ലാ അരിയും എടുത്ത് നമ്മൾ അത് വെന്തോ എന്ന് നോക്കാറില്ല. 1, 2, 3 എടുത്ത് നോക്കിയിട്ട് ഈ അരി മൊത്തവും വെന്തു എന്ന് ആണ് പറയുന്നത്. അതിനെയാണ് ഈ സ്ഥാലിപുലാക ന്യായം എന്ന് പറഞ്ഞാൽ പ്രൈസ് ദ ലോർഡ് സ്തോത്രം ആ വാർപ്പിലുള്ള മുഴുവൻ അരിയും ആമേൻ 1, 2 എടുത്ത് നമ്മൾ നോക്കിയിട്ട് അത് മൊത്തവും വെന്ത് എന്ന് നമ്മൾ സ്ഥാപിക്കും. പ്രൈസ് ദ ലോർഡ്. ഇതുപോലെയാണ് ആമേൻ ദൈവവചനത്തിൽ ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തിയ ആമേൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെയാണെന്നുള്ള തെളിവാണ് ആമേൻ ശമരിയ പട്ടണത്തിൽ
ഫിലിപ്പോസ് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു, യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയെന്ന് വാക്യം അവിടെ കാണുന്നില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ച ഫിലിപ്പോസ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെയാണ് ഷണ്ണനെ സ്നാനപ്പെടുത്തിയത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം അതിന് മുൻപൊക്കെ പ്രൈസ് ദി ലോർഡ് സഭയുടെ സ്ഥാപനത്തിലും പത്രോസ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് 3000 പേരെ സ്നാനപ്പെടുത്തിയത്. അതിനുശേഷവും നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനമാണ് പ്രൈസ് ദി ലോർഡ് ദൈവവചനത്തിൽ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഒരു ഭാഗത്ത് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കരുതി അവിടെ മറ്റൊരു നാമത്തിലോ വേറെ ഒരു രീതിയിലോ സ്നാനം ഒരിക്കലും അപ്പോസ്തലന്മാരോ സുവിശേഷകന്മാർ, ആദിമസഭയുടെ സുവിശേഷകന്മാർ നടത്തുകയില്ലെന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ദൈവവചനം വായിക്കുകയും അത് ഗ്രഹിക്കുകയും അതിനനുസരിച്ചൊരു ജീവിതം നയിക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം പ്രൈസ് ദി ലോർഡ് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അതിനായി സഹായിക്കട്ടെ. നമുക്ക് പ്രൈസ് ദി ലോർഡ് സ്തോത്രം, കർത്താവ് തന്നിരിക്കുന്ന ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും പ്രൈസ് ദി ലോർഡ് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും നമുക്കത് കർത്താവിൽ നിന്നുകൊണ്ട് അവൻ്റെ പാദപീഠത്തിലിരുന്നു കൊണ്ട് അത് പ്രാപിച്ചെടുക്കാം. അതിനുള്ളതായ നല്ലൊരു അവസരം സ്വർഗസ്ഥനായ ദൈവം നമുക്ക് മുമ്പിൽ ഇപ്പോൾ തന്നിരിക്കുകയാണ്. അത് പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ അതിനായി ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അതേ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സുവിശേഷം പ്രൈസ് ദി ലോർഡ് ഷണ്ണനെ ഫിലിപ്പോസ് അറിയിക്കുവാൻ ഇടയായി തീർന്നു. തൻ്റെ പദവിയോ തൻ്റെതായിരിക്കുന്ന സ്തോത്രം താൻ ഒരു രാജ്ഞിയുടെ കീഴിൽ ഉള്ളതായ ഒരു ഉദ്യോഗസ്ഥൻ ആണ് എന്നുള്ള ചിന്തയൊന്നും തന്നെ ഭരിക്കുവാനിടയായില്ല. നമുക്കറിയാം, കൊർന്നല്യോസ് എന്ന പട്ടാള ഉദ്യോഗസ്ഥൻ പോലും ആ പത്രോസിനെ വരുത്തണമെന്ന് പറഞ്ഞപ്പോൾ അവൻ വളരെ ശ്രദ്ധയോടുകൂടെ അതിൻ്റെ കാര്യത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് പ്രൈസ് ദി ലോർഡ് അവനും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും ചുറ്റുപാടുമുള്ള എല്ലാവരെയും കൂട്ടിവരുത്തി പത്രോസിൻ്റെ പ്രസംഗം കേൾക്കാൻ വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നതിനെ സംബന്ധിച്ച് നമ്മൾ 10-ാം അധ്യായത്തിൽ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ് അതിൻ്റെ ഫലമായിട്ട് അവനും അവൻ്റെ കുടുംബത്തിനും അത് രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവാനിടയായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാനിടയായി. ആ വലിയ സന്തോഷമാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. ആ സന്തോഷമുള്ളത് കൊണ്ടാണ് ഈ അതേ ഓൺലൈനിലൂടെ തന്നെ പ്രൈസ് ദി ലോർഡ് സ്തോത്രം അത് ലഭിക്കുന്ന അവസരങ്ങളിൽ ഇത് മറ്റുള്ളവരിലുമായി പങ്കുവയ്ക്കുവാനിടയായിത്തീരുന്നത്. സ്തോത്രം. അത് ഏറ്റെടുത്താൽ അത് വളരെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. ആ കർത്താവിലുള്ള സന്തോഷവും ആനന്ദവും നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. അതിനുവേണ്ടി സ്വർഗസ്ഥനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഹല്ലേലൂയ സ്തോത്രം അതേ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ ഇപ്രകാരം ഒരിക്കൽ കൂടെ ദൈവവചനം സംസാരിക്കുവാൻ എനിക്ക് പ്രൈസ് ദി ലോർഡ് അവസരം തന്ന ദൈവദാസന്മാർക്ക് പ്രത്യേകാൽ നന്ദിയും സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളെ സ്വർഗസ്ഥനായ ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പമായി കർത്താവിൻ്റെ ദാസനോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റ് ദൈവദാസന്മാർ ഈ ഗ്രൂപ്പിൽ എല്ലാ വിധത്തിലും പാട്ടുകളിലൂടെ ആയാലും അതോടൊപ്പമായ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയായാലും മറ്റെല്ലാ വിധത്തിലും പ്രൈസ് ദി ലോർഡ് ഓരോ ഭാഗങ്ങൾ ദൈവം നൽകുന്ന കൃപയ്ക്കനുസരിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും പ്രൈസ് ദി ലോർഡ് സ്തോത്രം വിരമിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം തുടർന്നുള്ളതായ സമയങ്ങളിൽ കർത്താവ് ആയുസ്സ് തരുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ് അതേ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എളിയവൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്വർഗസ്ഥനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.